ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത് ഇന്നലെ പറഞ്ഞു തീരാത്ത അകലാപ്പുഴയുടെ വിശേഷങ്ങളിലേക്കാണ്. കോഴിക്കോട്ടെ വെനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. കായൽ പരപ്പുകളും തുരുത്തുകളും ആസ്വദിച്ച് ബോട്ടിലൂടെ ഒരു യാത്ര, സൂര്യാസ്തമയത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ സ്ഥലം ഏതാണെന്ന് അറിയാനുള്ള അങ്ങോട്ട് പോകാനും തോന്നുന്നില്ലേ? എന്നാൽ ആ കോഴിക്കോട്ടെ അകലാപ്പുഴയുടെ വിശേഷങ്ങളിലേക്ക് യാത്ര പോവുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം. വിശാലമായ കായൽപ്പരപ്പ്, തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ തുരുത്തുകൾ, ഇടത്തോടുകൾ, കണ്ടൽക്കാടുകൾ, ഇവയൊക്കെ ആസ്വദിച്ച് ബോട്ടിലൂടെ ഒരു യാത്ര. പറഞ്ഞു വരുന്നത് ആലപ്പുഴയിലെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചല്ല, അകലാപ്പുഴയെക്കുറിച്ചാണ്. കോഴിക്കോടിൻ്റെ സ്വന്തം കുട്ടനാടിനെക്കുറിച്ച്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ പോവാം. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരം. ആദ്യം തിക്കോടിയിലെത്തണം. പിന്നെ പുറക്കാട് മുജുകുന്ന് റോഡിലൂടെ 4 കിലോമീറ്റർ യാത്ര. ചെന്നെത്തുക അകലാപ്പുഴയുടെ മടിത്തട്ടിലേക്ക്. പുഴ പേരിൽ മാത്രമാണ്. വിശാലമായ ആഴവും ഒഴുക്കും കുറഞ്ഞ കായലാണ് അകലാപ്പുഴ. പ്രകൃതി ആവോളം കനിഞ്ഞനുഗ്രഹിച്ച ദേശം. സഞ്ചാരികളെയും കാത്ത് ബോട്ടുകൾ തയ്യാറായി നിൽപ്പുണ്ട്. കെട്ടഴിച്ചാൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കായൽപ്പരപ്പിലൂടെ കുതിച്ചു നീങ്ങും. അകലാപ്പുഴയുടെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിച്ച് കായൽപ്പരപ്പിലൂടെ ഇങ്ങനെയൊരു യാത്ര. മനോഹരമാണത്. അങ്ങിങ്ങായി കുഞ്ഞു കുഞ്ഞു തുരുത്തുകൾ കാണാം. തെങ്ങുകളാൽ സമൃദ്ധമാണെല്ലാം. ഇടതൂർന്ന കണ്ടൽക്കാടുകൾ മറുവശത്ത്. വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. ഈ അകലാപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആളുകൾ കൂടുതലായി എത്തി തുടങ്ങിയപ്പോൾ സൗകര്യങ്ങൾ ആദ്യം പെഡൽ ബോട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ബോട്ട്, എഞ്ചിൻ വെച്ച ഷിക്കാര ബോട്ടുകൾ വന്നു തുടങ്ങി. അതോടെയാണ് ഇവിടെ വലിയൊരു മാറ്റം വന്നു തുടങ്ങിയത്. കൂടുതൽ സഞ്ചാരികൾ, ആദ്യം ജില്ലയിലേക്ക് അകത്തുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ വന്നതെങ്കിൽ ഇപ്പം നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള വയനാട്, അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ആലപ്പുഴയുടെ അതേ ഭൂപ്രകൃതിയാണെങ്കിലും അതുപോലെ തന്നെയുള്ള കെട്ടുവള്ളങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ ബോട്ട് സംവിധാനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ആലപ്പുഴയുടെ മെയിനായിട്ടുള്ള ഹൗസ് ബോട്ട് സംവിധാനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ചെറിയ ചിലവിൽ നല്ലൊരു ബോട്ട് യാത്ര. അതായത് ഇപ്പോൾ ആലപ്പുഴ പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ദൂരം സഞ്ചരിച്ച് കൊണ്ടുപോകണം. അപ്പം ഇവിടെയാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ എന്താ പറയുക 10 ആൾ മുതൽ 50 ആൾ വരെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ബോട്ടുകളുണ്ട്. ചെറിയ പൈസയാവുന്നുള്ളൂ. സഞ്ചാരികളുടെ പറുദീസയാണിവിടം. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തതയുടെ, സമാധാനത്തിൻ്റെ സ്വർഗം ലഭിക്കുന്നിടം. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എൻജോയ് ചെയ്തോ? ബോട്ടിലൊക്കെ കയറിയോ? നന്നായിട്ട് എൻജോയ് ചെയ്ത് ബോട്ടിലൊക്കെ കയറി. ബോട്ട് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ പുറക്കാടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണിത്. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയതും ഒരുപാട് ഫോട്ടോ സെഷനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല പ്ലേസസ് ഇവിടെയുണ്ട്. എന്താ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. അടിപൊളി. കാരണം നമ്മളിപ്പോൾ ഏത് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാനാണ് സ്റ്റാറ്റസ് ഇടൽ. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉണ്ട്. വളരെ എൻജോയ് ചെയ്തു. നല്ലൊരു സ്ഥലം. ചരിത്രതാളുകളിൽ അകലാപ്പുഴയുടെ അടയാളമുണ്ട്. അകലമില്ലാത്ത പുഴ ലോപിച്ച് അകലാപ്പുഴയായെന്ന് മലബാർ മാനുവലിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജലഗതാഗതവും നടന്നിരുന്നത്രേ. കക്കവാരിയും മീൻപിടിച്ചും ജീവിതം നയിക്കുന്നവർ അകലാപ്പുഴയ്ക്ക് ചുറ്റുമുണ്ട്. ടൂറിസവും
അതിവേഗം വളരുന്നു. സർക്കാർ ഇടപെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബോട്ട് യാത്ര നടത്തി സൂര്യാസ്തമയം കണ്ട് അകലാപ്പുഴയുടെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഒരിക്കൽ വന്നവർ ഇവിടേക്ക് വീണ്ടും വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു മാജിക്ക് അകലാപ്പുഴയ്ക്കുണ്ട്. ടൂറിസം വകുപ്പിൻ്റെ കൂടുതൽ ശ്രദ്ധ ഇവിടേക്ക് പതിയുമെന്ന പ്രത്യാശയോടെ നമ്മൾ മടങ്ങുന്നു. പ്രവീൺ ധർമ്മശാലയ്ക്കും ഹരികൃഷ്ണനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. അതിൽ അകലാപ്പുഴയുടെ സൗന്ദര്യത്തെ പറ്റി, ആ കാഴ്ചകളുടെ മനോഹാരിതയെ പറ്റിയും അൽബിദിയ പള്ളിയെ പറ്റിയും അതിന്റെ കാഴ്ചകൾ കണ്ടതിലുള്ള സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം കോഴിക്കോട് യെല്ലോ അലർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, കോഴിക്കോട് യെല്ലോ അലർട്ട് ഉണ്ട്. 3 ജില്ലകളിൽ മാത്രമാണ്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത്. ഇനി നമ്മൾ അടുത്തത് ഒരു ഊരിലേക്കാണ്, ആദിവാസി ഊരിലേക്കാണ്. സമൂഹത്തിൽ ഇന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സർക്കാർ വിവിധ പദ്ധതികളും പ്രഖ്യാപനങ്ങളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് താഴെ തട്ടിൽ എത്തുന്നില്ല എന്നതിന് നേർസാക്ഷ്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങൾ. മലപ്പുറം നിലമ്പൂരിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റോഡും കുടിവെള്ളവുമില്ലാതെ ദുരിതം പേറുന്ന പന്തീരായിരം ഉൾവനത്തിലെ അമ്പുമല ഗോത്ര ഊരിലെ 26 കുടുംബങ്ങളുടെ ദുരിത ജീവിതം അധികൃതർ കാണും. നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ മലപ്പുറത്ത് നിന്ന് ഇന്ന് ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വാർത്തകൾ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് പൊതുസമൂഹം കേൾക്കുന്നതാണ്. അവിടുത്തെ ദുരിത കാഴ്ചകൾക്ക് ഒരു അറുതിയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ആദിവാസി സമൂഹം അനുഭവിക്കുന്ന ഒരു ദുരിത കാഴ്ചയിലേക്കാണ് ഇന്ന് 24ന്റെ റൈഡിംഗ് റിപ്പോർട്ടർ ക്യാമറ വയ്ക്കുന്നത്. നമ്മൾ പോകുന്നു മലപ്പുറം നിലമ്പൂരിലെ അമ്പുമലയിലേക്ക്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 54 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വേണം നിലമ്പൂരിലുള്ള ഈ അമ്പുമലയിലേക്ക് എത്താൻ. അപ്പോൾ ഇനി ബൈക്ക് അങ്ങോട്ട് പോകില്ല, കാരണം ചെങ്കുത്തായിട്ടുള്ള ഇടമാണ്, പ്രത്യേകിച്ച് പുഴയൊക്കെ ഉണ്ട്. അത് കടന്നിട്ട് വേണം നമ്മൾ ഈ കോളനിയിലേക്ക് പോകാൻ. പന്തീരായിരം ഉൾവനത്തിൽ, അതായത് നമ്മൾ വയനാടിനോടും മലപ്പുറം ജില്ലയുടെ വനാതിർത്തിയായ വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണിത്. അപ്പോൾ ഈ വനത്തിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന പുഴ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തോട്ടപ്പള്ളി വാളന്തോട് വഴി ഒഴുകിയെത്താണ് ഈ അമ്പുമലയിലെത്തുന്നത്. ഇവിടെ നിന്നും നമ്മൾ താഴേക്ക് വനത്തിലൂടെ തന്നെ ഒഴുകി ചാലിയാർ പുഴയുടെ നിലമ്പൂർ കനോലി കടവിലാണ് ഇത് സംഗമിക്കുന്നത്. ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് ജനവാസ മേഖലകളും എന്നുള്ളതാണ് ഈ പുഴയുടെ, കുറുവൻ പുഴയുടെ വലിയൊരു പ്രത്യേകത. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയായിട്ടുള്ള നിലമ്പൂരിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അമ്പുമല കോളനി. ഈ കോളനി നിവാസികൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് പൊതു ഇടത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസമാണ് അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങൾ. അപ്പോൾ ഇവരുടെ ദുരിത ജീവിതത്തിലേക്കും ഇവരുടെ യാത്രാ പ്രശ്നങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ ക്യാമറ വയ്ക്കുന്നത്. പോലില്ല, ഓടില്ല, എന്ത് ചെയ്യാം, ആന കിടക്കുന്നുണ്ട്. കുറേ റെയിൻ കെട്ടിട്ടുണ്ട്, സോളാറും, അതെല്ലാം ആന തട്ട് കഴിഞ്ഞു. ഉള്ള കാപ്പി മുളകെല്ലാം ആന നശിപ്പിച്ചു. പരാതി കൊടുത്ത കലക്ടർ ഇവിടെ വന്ന് നോക്കി പോയതാ, റോഡൊക്കെ ഉടനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാ ഒന്നും നടന്നില്ല. പൊതുസമൂഹവുമായി ഒട്ടും ബന്ധം പുലർത്താത്തവരാണ് അമ്പുമല ഗോത്രവർഗക്കാർ. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 26 കുടുംബങ്ങളാണ് സർക്കാർ നിർമ്മിച്ചു നൽകിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നത്. ഇതിൽ വീടില്ലാത്തവരുമുണ്ട്. പഞ്ചായത്ത് ആസ്ഥാനമായ അകമ്പാടത്ത് നിന്നും 22 കിലോമീറ്റർ അകലെയാണ് അമ്പുമല കോളനി.
പാലക്കയം വഴി കോളനിയിലേക്ക് മുൻപ് വനത്തിലൂടെ ഒരു റോഡുണ്ടായിരുന്നു. എന്നാൽ 2010 ശേഷം പന്തീരായിരം വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് റോഡ് തകർന്നതോടെ കോളനിയിലേക്ക് വാഹനങ്ങൾ എത്തുന്നത് പൂർണ്ണമായും നിലച്ചു. റോഡ് ഇവിടെ പോയിൻ്റ് വരെ ഉണ്ട്. അത് ശരിയാക്കി തരാണെങ്കിൽ വണ്ടി ഇവിടെ വീട്ടിലെത്തിയതോ ഇപ്പോൾ രാത്രി ആല് കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര കുത്തുമുട്ട. ദിവസം അരി കൊണ്ടുവരാൻ തന്നെ ആകെ കുത്തുമുട്ട. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ വഴിക്കൂടെ പോകാനും പേടി. ആനശല്യമുണ്ട്. മിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ആന. നിലവിൽ 2004 കുറുവൻപുഴയ്ക്ക് കുറുകെ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച നടപ്പാലം വഴി വേണം കോളനിയിലേക്ക് എത്താൻ. കോളനിയിൽ നിന്നും കുറുവൻപുഴ കടന്ന് കുത്തനെയുള്ള കയറ്റം കയറി 1.5 കിലോമീറ്റർ നടന്നു വേണം നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിലെത്താൻ. കോളനിയിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ കസേരയിൽ ഇരുത്തിയും ചാക്ക് കീറി അതിൽ കിടത്തിയും ചുമന്നു കൊണ്ടുവേണം റോഡിലേക്ക് എത്തിക്കാൻ. ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ പിന്നെയും നടക്കണം ഇവർ 22 കിലോമീറ്റർ. പ്രസവോ ആശുപത്രി ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അവിടെ മരുന്ന് തരും. മരുന്ന് കഴിച്ചല്ലേ കുട്ടികളും മക്കളും രക്ഷപ്പെടും. എങ്ങനെ ഇവിടുന്ന് പോവോ? നടന്നിട്ടാണോ പോവാ? ദൂരാണോ? റേഷനൊക്കെ വാങ്ങാൻ എന്താ ചെയ്യാ? നടന്നു പോവും. കുടിവെള്ളമാണ് അതില്ല. പൈപ്പിൽ ആന ചവിട്ടി പൊട്ടിച്ചു. ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ? പറഞ്ഞു, പഞ്ചായത്ത് എല്ലാം പറഞ്ഞു, അവർ കേൾക്കുന്നില്ല. ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഇവിടെ ഒരു പാലം കെട്ടി ശരിയാക്കി തരാൻ പറഞ്ഞു പഞ്ചായത്തുകാരെ കൂടെ. അതും ശരിയാക്കി തന്നില്ല. യാത്രാ ദുരിതത്തിനൊപ്പം 2 വർഷമായി കുടിവെള്ളമില്ല ഇവിടെ. പൈപ്പ് ലൈനായി സ്ഥാപിച്ച പൈപ്പുകൾ കാട്ടാനകൾ തകർത്തതോടെ കുടിവെള്ള വിതരണം നിലച്ചു. കോളനിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയുള്ള പഴയ ഏലം എസ്റ്റേറ്റിൽ നിന്നും തലച്ചുമടായാണ് വെള്ളം കൊണ്ടുവരുന്നത്. കുടിവെള്ളം തന്നെ ഇല്ല. എല്ലാ ആന വലിച്ചു പൊട്ടിച്ച് ഓസെല്ലാം നാശാക്കി. എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളപ്പോൾ 19 മെയിൻ റോഡ് വരെ ഏറ്റി പോകണം. 4 പേര് കൂടി അങ്ങനെ ഏറ്റി പോവും. അല്ലെ പിന്നെ എങ്ങനെ കൊണ്ടുപോകാനാ? രാത്രി അല്ല അതും പറ്റില്ല. ചെരുപ്പൊക്കെ തന്നെ വീണ പിന്നെ ആകെ കുഴപ്പാ. സ്ഥലം MLA PK ബഷീറും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. മുമ്പ് അരിവാൾ രോഗം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത കോളനിയാണിത്. ഇവർ മനുഷ്യരാണെന്നും ഇവർക്കും അവകാശങ്ങളുണ്ടെന്ന് അധികൃതർ മറന്നുപോകുന്നു. കടുത്ത വേനലിലും മഴക്കാലത്തുമെല്ലാം കുത്തി ഒലിച്ചൊഴുകുന്ന കുറുവൻപുഴയ്ക്ക് കുറുകെ 2004 പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ പാലമാണ് ഈ കോളനി നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക ആശ്രയം. കഴിഞ്ഞ പ്രളയകാലത്ത് ഒലിച്ചുപോയ റോഡ് ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കോളനി സന്ദർശിച്ച നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. കോളനി നിവാസികൾക്ക് അടിയന്തരമായി ഒരു ബദൽ സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ. പദ്ധതികൾക്ക് പഞ്ഞമില്ല. പക്ഷേ അമ്പുമലയടക്കം കേരളത്തിലെ പല ആദിവാസി കോളനികൾക്കും അവരുടെ ദുരിതങ്ങൾക്ക് അറുതിയാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു അപായമുണ്ടായാൽ ഒന്ന് ഓടി ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലൊരു വഴിയെങ്കിലും ഉണ്ടാവണം. അതെങ്കിലും മിനിമം അമ്പുമല കോളനിയിലുള്ള ആദിവാസികൾക്ക് ലഭിക്കണം. ഇതോടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് ഡയറിയുടെ സമയമാണ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര റിപ്പോർട്ടുമായി ആൻമരിയ സണി ചേരും. റൈഡിംഗ് റിപ്പോർട്ടർ കൂടുതൽ മനോഹരമായ കാഴ്ചകളും ജീവിത നേർക്കാഴ്ചകളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.